പാട്ടാ അത് പാടി ഒരു പാട്ട് പാടി. വെള്ളമാടി ഒരു മിനിറ്റ്. എൻ്റെ തറവാട്, എൻ്റെ അപ്പച്ചൻ്റെ വീട് ഇതാണ്. ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലാണ് ഇവിടെ വരുമ്പോൾ. പണ്ട് വെക്കേഷൻ സമയത്തൊക്കെ ആൻറ്റിമാരുടെ മക്കളും പേപ്പന്മാരുടെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഓടിക്കളിയും ഒളിച്ചുകളിയും നല്ല രസമാണ്. കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഒളിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ മച്ചിൻ്റെ മുകളിലൊക്കെ പോയി ഒളിച്ചിരിക്കലും അങ്ങനെ നല്ലൊരു നൊസ്റ്റാൾജിയ. അപ്പാപ്പനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പാപ്പനെ ബ്രൂട്ടീഷ്യൻ ചെയ്യുന്നിട്ട് നിങ്ങൾ കാണണം. ഇതെട്ടപ്പൻ്റെ അപ്പാപ്പൻ കുഞ്ഞുറിയത് അല്ല പാപ്പ, കുഞ്ഞുറിയതല്ല പാപ്പൻ. അപ്പാപ്പന്റെ പേര് കുഞ്ഞുറിയതല്ലേ? എന്നിട്ട് വിശേഷം സുഖല്ലേ? പറയാ, അവിടെ നോക്കിട്ട് പറയ സുഖാണ്. വീട് വന്നിട്ട് എത്ര വർഷമായി? അപ്പാപ്പന് ഓർമ്മയുണ്ടോ നോക്കട്ടെ. എത്ര വർഷമായി? 70 കൊല്ലം. അപ്പാപ്പന് എത്ര വയസ്സുണ്ട്? 92. 92. അപ്പൊ 92 വയസ്സുള്ള അപ്പാപ്പൻ കേട്ടോ. അപ്പാപ്പന് കുറെ കഴിവുകളൊക്കെ ഉണ്ട്. അപ്പാപ്പൻ കുറെ പാട്ടൊക്കെ പാടും. അപ്പൊ അതവരോട് പാട്ടൊക്കെ പഠിപ്പിക്കും. അപ്പാപ്പൻ കുറെ പാട്ടൊക്കെ അറിയുന്ന ആളുണ്ട്. പണ്ടത്തെ അപ്പാപ്പ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? പണ്ടത്തെ 4ാം ക്ലാസ് അപ്പാപ്പൻ കുറെ പാട്ടൊക്കെ അറിയാം. അപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടുമ്പോ അപ്പാപ്പൻ പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പാപ്പ ഒരു പാട്ട് പാടി പാപ്പ. ശരീരം ചടുതീരൂലരിച്ച് പടുഭാവെന്നു നടകൊണ്ടാണ് അരുമൂലങ്ങളിൽ നിന്ന് ഇളയാടി തരുണാർക്ക സഭപ്രകാശകന്മാർ ശിശുവാഹികൃഷ്ണനെ പശുവത്സാദി കൊണ്ട് ഭഗവൻ അരു തന്നിലടിച്ചു ഗ്രഹിച്ചു. കൃഷ്ണന്റെ പാട്ടല്ലേ പാപ്പ പാടിയേ? എന്നിട്ട് അതിന്റെ കഥ പറഞ്ഞു. അത് ശ്രീകൃഷ്ണൻ കംസൻ വേഷം മാറി ശ്രീകൃഷ്ണൻ ശിശു കഴിഞ്ഞ് ജയിക്കാൻ പോയ കംസൻ രാജാവായിരുന്നു. അവന്റെ അച്ഛനമ്മേനും കൂടി കടയിലിട്ടു. ശ്രീകൃഷ്ണൻ വളർന്നു. ശ്രീകൃഷ്ണന് കൊല്ലാനായിട്ട് മായനേറ്റു. ആ മായ ശ്രീകൃഷ്ണനെ പിടിച്ചിട്ട് കാല് വിടുമ്പോൾ പിടിച്ചിട്ട് ഒറ്റ അടി കൊടുത്തു മരത്തുന്ന താഴെ പോലെ മായയുടെ. പാപ്പന് പണ്ടത്തെ ഗുണനപ്പട്ടിക അറിയില്ലേ? ഗുണനപ്പട്ടിക പറയാറില്ലേ? പാട്ട് 1 2 2 4 ഗുണനപ്പട്ടിക പാടാറില്ലേ? അത് പാടിയേ. ഗുണനപ്പട്ടിക 2ന്റെയും 4ന്റെയും ഒക്കെ ഒറ്റ പാട്ടടി. 1 2 2 2 4 3 2 6 1 2 2 3 2 2 4 3 2 6 4 2 8 4 2 10 6 2 12 2 18 2 19 2 20 2 21 2 22 2 23 2 24 2 25 2 26 2 27 2 28 2 29 2 30 2 31 2 32 2 33 2 34 2 35 2 36 2 37 2 38 2 39 2 40 2 41 2 42 2 43 2 44 2 45 2 46 2 47 2 48 2 49 2 50 2 51 2 52 2 53 2 54 2 55 2 56 2 57 2 58 2 59 2 60 2 61 2 62 2 63 2 64 2 65 2 66 2 67 2 68 2 69 2 70 2 71 2 72 2 73 2 74 2 75 2 76 2 77 2 78 2 79 2 80 2 81 2 82 2 83 2 84 2 85 2 86 2 87 2 88 2 89 2 90 2 91 2 92 2 93 2 94 2 95 2 96 2 97 2 98 2 99 2 100 2 101 2 102 2 103 2 104
2 14 2 14 2 18 22 20 12 22 12 24 ആ എല്ലാത്തിന്റെ അറിയില്ല പാപ്പന്. എല്ലാവരും അറിയില്ല. എത്ര പേരെ അറിയാം? ഇതില് കിട്ടു. 2ന്റെ മാത്രം അറിയുള്ളൂ. 3ന്റെ അറിയില്ലേ? 3 എന്തിട്ടാ അറിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 3 3 26 3 9. ഒരാൾ 6 26 12 18 4 24 5 6 9 6 66 7 62 8 68 96 54 56 16 66 72 നമ്മളൊക്കെ 10 7 നിർത്തും. 10 എന്നിട്ടാ അപ്പാപ്പന് 11 12 ഒക്കെ അറിയാട്ടാ. പിന്നെ ഞാൻ 5ന്റെ പറഞ്ഞു. 2 2 2 2 5 5 5 5 5 5 10 3 5 4 5 20 25 6 30 35 85 40 45 50 55 55 92 വയസ്സായിട്ട് മുതലേ നമ്മളിപ്പോഴും പറയും കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, കാതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയും. ഒക്കെ വെറുതെ പറയല്ലോ, ഒക്കെ തള്ളാണ്. ഒരു മറവില്ല, ഭയങ്കര പവർ. കല്യാണരൂപി വനത്തിന്ന് പോകാൻ വില്ലും ജലകൂടങ്ങളും കൈ പിടിച്ചതു നേരം പിന്നെ പുറപ്പെട്ടു പിന്നാലെ ചെയ്ത അച്ഛൻ നിനക്കും രാമചന്ദ്രൻ കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടാറുണ്ട് യാള് കാട്ടാളിയുള്ളത് ഇച്ചിച്ച കാന്താര പൈക്കൾ രാമ. ഇതിപ്പോ എന്നിട്ട് പറഞ്ഞേ, എന്നിട്ട് ഇപ്പൊ പാടിയ ഏത് പാട്ടാ? ശ്രീരാമന്റെ പാട്ട്.
ശ്രീരാമന്റെ പാട്ടാട്ട് ഇപ്പൊ പാടി എനിക്കൊന്നും മനസ്സിലായി. ശ്രീരാമൻ മനസ്സിൽ പോയപ്പോ സീതയെ കൂടെ പോയി. അപ്പോൾ കല്ലുണ്ട് മുള്ളുണ്ട് കല്ലുണ്ട് മുള്ളുണ്ട് കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടാലുണ്ട് വ്യാളം നദികൾ കാട്ടാലുള്ളത് ഇച്ഛിച്ച് കാന്തവര ഭിന്നങ്ങൾ ചോദ്യം കൽപ്പിച്ച് ചോദിക്കൽ രാമരാമ. അനിയനോട് പറയാ അച്ഛൻ നിനക്ക് ശ്രീരാമാത മാതാപിതാക്കൾ സീത അമ്മയായിട്ട് ചേട്ടൻ അച്ഛനായിട്ട് കണക്കാക്കി സീതേനെ അമ്മയായിട്ടും ചേട്ടൻ അച്ഛനായിട്ടും കണക്കാക്കി വളർന്നു. അനിയനോട് പറഞ്ഞു. അനിയനോട് പറയണം. അനിയന്റെ പേരെന്തുട്ടാ? അനിയന് ലക്ഷ്മണൻ. ലക്ഷ്മണൻ. ഇത് ഏത് ക്ലാസ്സിൽ പഠിച്ച പാട്ടാ? ഇത് എത്ര ക്ലാസ്സിൽ പഠിച്ച? അതൊക്കെ 4ലും 3ലൊക്കെ പഠിച്ചാൽ. 4ലും 3ലൊക്കെ പഠിച്ച പാട്ട്. അങ്ങനെ പിന്നെന്തിട്ടാ പാപ്പന്റെ വിശേഷങ്ങള്? പിന്നെന്തിട്ടാ ഓർമ്മയുള്ള? വാനത്താനെ പേടിച്ച് മുമ്പിരുന്നാഴത്തി ചെപ്പടിക്കൊരു പൊങ്കണവന്തോടിലെത്തി കൊരങ്ങ് പോയാ കൊരങ്ങ് എന്നിട്ട് വനത്തിൽ പോയതാ. എന്നിട്ട് ചോറ് തുറന്നു പിടിക്ക് കണ്ണ് കൊരങ്ങ വാണം തോളിലേറ്റിന്ന്. വാണം ബാണം വാണല്ല ബാണം ബാണം ബാണ്ടം ചുമട് കൊരങ്ങ മനത്തിൽ പോയപ്പോ കാറ്റെന്ത് വേറെ വേണമിനിക്ക് വനം കവരമേ മറ്റേ മണ്ണ തീർത്താൽ നൽകിയോ ബഹുവാനെ കണ്ടു വളർന്നാവോ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടാൻ. എനിക്ക് കഥ പറഞ്ഞാൽ എനിക്കറിയാം പാപ്പം പണ്ട് പഠിച്ചതല്ല. അത് പച്ചക്കുന്ന് പാട്ട് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കും. ക്ലിയർ ആയിട്ട് തിരിയണില്ല. വ്യക്തമായിട്ട് സംസാരിക്കും. ക്ലിയർ ആവണില്ല. ഞാനാ അങ്ങനെയാണ് മനസ്സിലാവണുള്ളൂ. ഭംഗിയായിട്ട് വർത്താനം പറയും. പാട്ട് പാടുമ്പോ മനസ്സിലാവണ്ട. ഇങ്ങനെ മനസ്സിലാവില്ല. പച്ചക്കുന്നുകൾ അറിയില്ലേ? പച്ചക്കുന്നുകൾ പാടങ്ങൾ അതുവരെ മാത്രം ക്ലിയർ ആയി. പിന്നെ ക്ലിയർ ആവണില്ല. പച്ചക്കുന്നുകൾ പാടങ്ങൾ പതഞ്ഞൊഴുകുമാറുകൾ വെളിച്ചങ്ങൾ കാറ്റെന്ത് വേറെ വെളിച്ചങ്ങൾ കാറ്റെന്ത് വേറെ വേറെ വനം കവരുമേ മറ്റേ മണ്ണ് തീർത്താൽ നൽകിയോ യഹോവാനെ കണ്ടു വളർന്നാവോ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടാൻ. അത് എന്തൊക്കെ കണ്ടാലും ബഹുമാനം കാണണം. ബഹുമാനം കാണണം. എന്തൊക്കെ ഉണ്ടായാലും ബഹുമാനം കാണണം. എന്തൊക്കെ കണ്ടാലും ഭഗവാനെ കാണണം. പച്ചക്കുന്നുകൾ പാടങ്ങൾ പതഞ്ഞൊഴുകുമാറുക അതൊക്കെ കണ്ടാലും എന്തൊക്കെയൊക്കെ നമ്മുടെ ഈ ലോകത്തുള്ളത് കണ്ടാലും ഭഗവാനെ കാണണം. ഇങ്ങനെ പച്ചക്കുന്നുകൾ പാടങ്ങൾ പതഞ്ഞൊഴുകുമാറുകൾ വെളിച്ചങ്ങൾ കാറ്റെന്ത് വേറെ വേണമെനിക്ക് വനം കവരുമേ മറ്റേ മണ്ണ് തീർത്താൽ നൽകിയോ ബഹുവാനെ കണ്ടു വളർന്നാവോ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടാൻ. അതവിടെ വെക്ക്. പിന്നെ കാര്യങ്ങൾ ചോദിക്കട്ടെ. അതവിടെ ഇരുന്നോട്ട് ചൂടെടുക്കണ്ട. അതൊക്കെ വെച്ചാലോ കേക്കുള്ളൂ. നമ്മള് പറയണത് അങ്ങോട്ട് കേക്കണ്ടേ. പിന്നെന്നിട്ട് പണ്ടത്തെ വിശേഷങ്ങള് ഓർമ്മയുള്ളത്. ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലേട്ടാ. പിന്നെന്നിട്ടാ പാപ്പ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടേ? വെള്ളപ്പൊക്കം വന്നതൊക്കെ ഓർമ്മയില്ലേ പാപ്പന്? വെള്ളപ്പൊക്കം വന്നതൊക്കെ ഓർമ്മയില്ലേ? വെള്ളപ്പൊക്കം പാട്ടല്ല പറഞ്ഞത്, പണ്ടത്തെ കാര്യങ്ങൾ പറയാൻ. അതാ പറയാ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ പാപ്പന് പണ്ട് ചെറുപ്പകാലത്ത്. ചെറുപ്പകാലത്ത് അതേതാ വർഷം? പണ്ടത്തെ ചെറുപ്പകാലം ഏതാ വർഷം? 4 വയസ്സായി. അല്ല വർഷം ഏതാന്ന്? 1900 അങ്ങനെയൊക്കെ പറയില്ല. അതിലേതാ വർഷം? പറയാൻ പറ്റില്ല. അപ്പം പറയാറില്ല. ഏതാണ്ട് ഒരു വർഷത്തില് 99 ഞാൻ ജനിച്ചതല്ലേ? 99 ഭയങ്കര വെള്ളമാണോ? 99
ഞാൻ എന്നെ പ്രസവിച്ച വർഷമൊന്നും വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഇനിയും പ്രസവിച്ചല്ല. പിന്നെ അതാണ് 99. 1999 വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടായില്ല. 199. 199. ഈ കോട്ടയം കവിഞ്ഞു മലവെള്ളം. എന്നിട്ട് പാപ്പ തിരിച്ചത് അതൊക്കെ പറഞ്ഞേക്കണതാ. പാപ്പന് ഇന്നാള് ദിവസമൊക്കെ പാപ്പ പറയുന്നായിരുന്നു പാപ്പന്റെ പണ്ട് ചെറുപ്പകാലത്ത് പുഴയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു അങ്ങനൊക്കെ പറയുന്നുണ്ടായില്ല. 65 ഭയങ്കര ഉണ്ടായി. 61 അറിയില്ലാട്ടാ പാപ്പാപ്പിലെ കിളി പോയിട്ടിരിക്കാൻ തോന്നണേ. പിന്നെ എന്നിട്ട് വിശേഷങ്ങള് പിന്നെ പാപ്പന് എത്ര മക്കളാ? 116 ഭയങ്കര കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് 116. 116. അതെ പാപ്പന് എത്ര മക്കളാ? എനിക്ക് 7 മക്കള്. എത്ര ആണ് എത്ര പെണ്ണ്? 5 ആണ് 2 പെണ്ണ്. അവരുടെ പേരൊക്കെ എന്തിട്ടാ? ഏ അവരുടെ പേരുകൾ പറഞ്ഞേ. ജോസ്, വിൽസൺ, ബാബു, ബിജു. 5 കാണാനുള്ളൂ. 4 ലൈറ്റുള്ളൂ. മീനു. പിന്നെ മീനു, ജിൻസി, ശാന്തി. അവർക്കൊക്കെ എത്ര മക്കളുണ്ടെന്നറിയോ? അവർക്ക് 3 പേര്. ആർക്ക്? ഷാനിക്കും ഹിൻസിക്കും. ശാന്തിയും ആന്റിയും. ഷാനിക്കും ഹിൻസിക്കും 3 ആ മക്കൾക്കോ? അവർക്ക് മൂത്തവൻ 2. ഏഴവന് ബാബുവിന് മൂന്നാമത്തവന് 2. മൂന്നാമത്തവന് 3. മൂത്തോന് 2, രണ്ടാമത്തോന് 2, മൂന്നാമത്തോന് 2, നാലാമത്തോനോ? നാലാമത്തവന് 2 പെണ്ണ്. അല്ല, നാലാമത്തവന് 2 ആണും 1 പെണ്ണും. ബിജുരാത്തന്. പിന്നെ 5ാമത്തവന് മക്കളില്ല, കല്യാണം കഴിച്ചില്ല. അപ്പൊ അതൊക്കെ നല്ല ഓർമ്മയില്ല. പിന്നെന്നിട്ടാ പാപ്പന് ഓർമ്മയില്ലാത്ത കാര്യങ്ങള്? പിന്നെ ഓർമ്മയില്ല കാര്യങ്ങളൊന്നുമില്ല. മൂത്ത മോക്ക് 3 ആണ്. ഡിൻഡോ, ഡാനി, ഡിബി. ഏഴവക്ക് അവർക്ക് എത്ര മക്കളുണ്ട്? ഡിൻഡോനും ഡാനിക്കും ഡിബിക്കും എത്ര മക്കളുണ്ട്? ഡാനിക്ക് 2, ഡിൻഡോന് 3. 2 ആണും 2 പെണ്ണും 1 ആണും മൂത്തവന്. ഏഴവന് 1 പെണ്ണും 1 ആണും രണ്ടാമത്തവന്. ഏഴവന് 2 കുട്ടികൾ ഏറ്റവും പ്രസവിച്ചത്. പിന്നെ എന്നിട്ട് മൂത്തോന്റെ മൂത്ത മോന് എത്ര പിള്ളേരുണ്ട്? 2 പേര്. ഏതൊക്കെയാ? 2 പേര്, 1 ആണ് പെണ്ണു. രണ്ടാമത്തോനോ? രണ്ടാമത്തവന് പെണ്ണ്. ബാബുവിന്റെ മക്കൾക്ക് മക്കളുണ്ടാ? ബാബുവിന്റെ മക്കൾക്ക് മക്കളുണ്ടാ? കല്യാണം ചെയ്ത മക്കള്. വിൽസന്റെയോ? വിൽസന്റെ 2 പെണ്ണ്. അവരുടെ മക്കളോ? വിൽസന്റെ മക്കളുടെ മക്കൾക്ക് എത്ര മക്കളാ? മൂത്തവക്ക് 2 ആണ്, 1 പെണ്ണും 1 ആണും. ഏഴവക്ക് 1 പെണ്ണ്. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്നിട്ട് ഓർമ്മയില്ലാത്ത കാര്യങ്ങള്? പിന്നെ ഓർമ്മയില്ലാത്ത കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട് കേട്ടാ. അതെല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ടല്ലേ? തലയിൽ കഴിക്കില്ലേ? പിന്നെ എന്നിട്ട് വിശേഷം? കൊയ്ത്ത് നടക്കണ്ട പാടത്ത്? പാടത്ത് കൊയ്യണുണ്ടല്ല. അപ്പൊ അപ്പാപ്പൻ പോണില്ലേ കാണാൻ? എന്തിയെ? നമ്മുടെ നിലം കൊയ്യണുണ്ടാ? നട്ടിട്ടുണ്ടാ? പാപ്പന അറിയില്ല കേട്ടാ നട്ടിട്ടുണ്ടോന്ന്. വടക്കാറ്റത്ത് കഴിവാക്കില്ലേ അവിടെ പോയി അവിടെ പോയി നോക്കാം. പിന്നെ എന്നിട്ടാന്നറിയോ ചോദിക്കാനുണ്ടായിരുന്നിട്ടാ? പിന്നെ കൊയ്യണ കാര്യങ്ങൾ പറയാ. എനിക്കിരിക്കും ഉഷാറാവ്. കൊയ്യണ കാര്യങ്ങൾ പറയും. പണ്ട് കൊയ്യണ കാര്യങ്ങള്. അതല്ല പറഞ്ഞത്.
പണ്ട് നമുക്ക് കുറെ സ്ഥലമൊക്കെ ഉണ്ടായില്ലേ, പാടത്ത് നില ഉണ്ടായില്ലേ, അപ്പൊ അതിന്റെ കൊയ്ത്ത് വിശേഷങ്ങളൊക്കെ പറയും. അന്ന് കൊയ്യും, പെണ്ണുങ്ങളെ കൊയ്യും. എന്നിട്ട് അവര് ചുവന്നുകൂടി ഇടും, ചവിട്ടി വെച്ച് 6 മേലാത്തുള്ള പങ്ക് കൊടുക്കും. 6 പറേ മുതലിലേക്ക് കിടക്കും. 6 പറ മുതലിലേക്ക് ഇറങ്ങും. ഒരു പറ അവർക്ക് കൊടുക്കും, ഒരു പറ അവിടെ അവർക്ക് കൊടുക്കും, ജോലിക്കാർക്ക് കൊടുക്കും. ഇപ്പൊ 5 6 കൊടുക്കും. അതെന്താ വ്യത്യാസം വന്നേ? അത് കാലങ്ങന്മാരില്ലേ. എന്നിട്ട് പിന്നെ അത് എന്നിട്ട് ചെയ്യാ, നെല്ല് എന്നിട്ട് ചെയ്യാ പുഴുങ്ങിയിട്ട് അതില് പിന്നെ നമുക്ക് കിട്ടുന്ന നെല്ല് കുറെ വെക്കും, ബാക്കിയുള്ളത് പുഴുങ്ങി ഉണക്കി കുത്തി അരി ചെലവിനെടുക്കും. അരി ചെലവിന് നമ്മള് ഇവിടെ തറവാട്ടില് കൊറേ കാലം വരെ അങ്ങനെ തന്നെയായിരുന്നു. അരി പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിരുന്നില്ല, ഇവിടെ തന്നത്തെ കൊയ്ത് ഇവിടെ തന്നെ എടുക്കാറ് പതിവ്. അങ്ങനെ വിശേഷങ്ങൾ അല്ലേ പാപ്പ? ചൂടൊന്നുമില്ല. ഇതെടുക്കൂലേ, ചൂടിക്കണ്ട ഇതെടുക്കൂലേ, ചൂടിക്കണ്ട. അത് ഊരാ, അവിടെ ഇരിക്കട്ടെ, ഊരാ. ഇനി വർത്താനങ്ങൾ പറയേ, വിശേഷങ്ങൾ പറയേ, വേറെ എന്നിട്ട് നേരം പോണ്ടേ? ഒന്നും പറയാനില്ല. ഒന്നും പറയാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞോട്ടാ, പാപ്പന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഗുളിതന്താൻ സംഗമത്താൽ ഗുണം തത്വാലിച്ചിടും ഉറുമിയാണ് കിട്ടിയ തറവാട് വലിച്ചിടാം ആനയ്ക്കത് കിട്ടിയ തുമ്പിക്കയ്യ. ഒക്കെ 4 വരെ ഉള്ളൂ അല്ലേ? അത്രയ്ക്കേ ഉള്ളൂ പണ്ടത്തെ കവിതകള്. കല്യാണ രൂപി വനത്തിന് പോകാൻ സീതയുടെ അല്ലേ അത് പാടിയതാ. പിന്നെ എന്നിട്ടാ അച്ചുവും കോപ്പവും മൂപ്പിലെ ചപ്പനും കോപ്പനും വീട്ടിലെ പുല്ലാടി വീട്ടിലെ മോദവനും. അച്ചുവും കോപ്പവും പുല്ലാടി വീട്ടിലെ മോദവനും. അങ്ങനെയൊക്കെയുള്ള പാട്ടാണ് കേട്ടത്. കഥയൊന്നും പഠിച്ചില്ലേ? പാട്ട് മാത്രം പഠിച്ചുള്ളൂ സ്കൂളിൽ പോയിട്ട്? കഥയൊന്നും ഉണ്ടായില്ലേ സ്കൂളിൽ പഠിക്കാൻ? അത്രയൊക്കെ പഠിച്ചുള്ളൂ. ഇംഗ്ലീഷ് ഒന്നും ഉണ്ടായില്ലേ പഠിക്കാൻ? ഇംഗ്ലീഷ് ഒന്നും ഉണ്ടായില്ലേ പണ്ട്? പണ്ട് ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ലേ? മലയാളം മാത്രം ഉണ്ടായല്ലോ. ഹിന്ദി ഉണ്ടായ? മലയാളം മാത്രം പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഓർമ്മയുണ്ടാ? പഠിച്ച ടീച്ചർമാര് മാഷന്മാരൊക്കെ ഓർമ്മയുണ്ട്. ഉറവാങ്ങി മാഷ് ആ പടം വരയ്ക്കുന്നത്. പിന്നെ സ്കൂൾ മാഷന്മാര് എഴുത്ത്. അപ്പൊ ഏത് സ്കൂളിൽ പഠിച്ചേ? അപ്പൊ ഏത് സ്കൂളിലാ പഠിച്ചേ? അമ്പഴക്കാട്. അമ്പഴക്കാട് പള്ളി സ്കൂളിലാ പഠിച്ചേ? അത്രയ്ക്ക് കൊള്ളോട്ടാ. ബോറടിച്ചു തുടങ്ങി. മതി, പിന്നെ വേറെ വീഡിയോ. ഇതാണ് കേട്ടാ തറവാടില് കയറി വരുമ്പോ തന്നെ കാണുന്ന റൂം. എന്റെ അപ്പച്ചനാട്ടാ, അപ്പച്ചനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് പാപ്പ. ഇത് പുറത്തുനിന്ന് വരുന്ന റൂം ഇങ്ങനെയാണ്. പുറത്തുനിന്ന് വരുമ്പോ തന്നെ ഈ റൂം, അവിടുന്ന് ഇങ്ങോട്ട്. ഇതാണ് കേട്ടോ ഞങ്ങള് കുഞ്ഞിലെല്ലാവരും കൂടി കൂടുമ്പോ ഒളിച്ചു കളിക്കുന്നതും അതുപോലെ വർത്താനം പറഞ്ഞിരിക്കുന്നതൊക്കെ ഇവിടെ കേട്ടാ.
ഇതൊക്കെ ആകെ ചതല് പിടിച്ച് ഇരിക്കാൻ നമുക്ക് കേറാനൊന്നും പറ്റില്ല. കേറി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കാണാൻ നല്ല രസാ. മച്ചിലല്ലേ പറയാ, തട്ടുമോള്. ഇവിടുത്തെ ഡോറൊക്കെ ഇങ്ങനെയാട്ടാ. ഇവിടെ നല്ല കൂളിങ്ങാ, മുകളിൽ ഇങ്ങനെ തട്ടുള്ള കാരണേ ഇത് തുറക്കുമ്പോഴും നമുക്ക് പിന്നില് കാണാം. ഇവിടെ അപ്പാപ്പന്റെ പണ്ടത്തെ അപ്പാപ്പൻ പണ്ട് പാടത്ത് ഉഴാനൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഈ സാധനം പണ്ടത്തെ മാസ്റ്ററാണ് ഇത്. ഒരല്. പിന്നെ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടാ. അറിയില്ല എന്നിട്ടാ കോലന്ന് തുറക്കുന്നൊക്കെ വല്ലതും ചാടാവോ. ആൾ താമസമില്ലാണ്ട് കിടക്കണല്ലോ. പേടിയുണ്ട് കിടക്കാനായിട്ട്, എന്നാലും കിടക്കാം. എലിപ്പെട്ടി ഇതാണ് കേട്ട പറ നെല്ലടക്കണത്. പിന്നെ വലിയൊരു അത് മണ്ണിന്റെ അല്ലാട്ടാ, ചെമ്പ് പോലത്തെ. പിന്നെ ഇവിടെ ഈ പെട്ടിയൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയുള്ള പെട്ടിയാണ് കേട്ടാ. ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഓർമ്മകളുള്ള പെട്ടിയാണിത്. തുറക്കാൻ പറ്റില്ല കേട്ടാ, ഒറ്റ കൈ കൊണ്ട് തുറക്കാൻ പറ്റില്ല. തുറന്നതിന് ചിലപ്പോൾ അതിനകത്ത് വല്ല എലിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. എന്നാട്ടെ ഞങ്ങളുടെ അമ്മാമ്മ പില്ല മരിച്ചു. ഇത് പണ്ടത്തെ മണ്ണെണ്ണ വിളക്കാട്ടാ. എത്ര പേർക്ക് ഇത്, കുഞ്ഞു പിള്ളേരൊന്നും ഇപ്പൊ ഇത് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. മണ്ണെണ്ണ വിളക്ക്. ഇതിൽ മണ്ണെണ്ണ ഒഴിക്കും, എന്നിട്ട് ഇവിടെ തിരിയിട്ട് കത്തിക്കും. പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. പണ്ടത്തെ മണ്ണെണ്ണ വിളക്കാണ് ഇട്ടത്. ഇപ്പൊക്കെ ഇൻവെർട്ടറുള്ള കാലത്തല്ലേ നമ്മൾ ജീവിക്കണം. പണ്ടത്തെ ഒരു ഇൻവെർട്ടർ സംഭവമായിരുന്നു ഇട്ടത്. മണ്ണെണ്ണ വിളക്ക്. ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇവിടെ കത്തിക്കും, നന്നായിട്ട് കത്തും. ഇതാണ് അമ്മാമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പോ അമ്മാമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ് ഇട്ടത്. നമ്മളൊക്കെ ഇപ്പൊ അലമാര കൊണ്ടുപോകാന്ന് പറയില്ലേ, അമ്മാമ്മ കൊണ്ടുവന്ന അലമാരയാണ് ഇട്ടത്. ഈ റൂമിലും ഇങ്ങനെ മച്ചുണ്ട് കേട്ടാ. മച്ചല്ല, തട്ട്. നമ്മളങ്ങനെ പറയാം, തട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെയും ഈ റൂമിലും അതേപോലെ ഈ റൂമിലും നല്ല കൂളിംഗ് ആണ്. മരത്തിന്റെ ആണ് കേട്ടോ തട്ട്. നമ്മളെ തറവാടിന്റെ തൊട്ട് പിന്നിൽ പാടാണ് കേട്ടാ. അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങളെ കൂടെ എന്തോരം ഓടിക്കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ ഇപ്പൊ ഈ കാണുന്നില്ലേ, ഈ ഒരു സ്ഥലം അവിടെ കൈതക്കാടായിരുന്നു കേട്ടാ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ കൈതക്കാടായിരുന്നു ഈ ഒരു ഏരിയ. അപ്പൊ ഞങ്ങൾ ഓടിക്കളിക്കുമ്പോഴൊക്കെ പാപ്പ വന്നിട്ട് പറയാം, അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറയണ സ്ഥലമാണ്. അപ്പൊ അതൊക്കെ പറിച്ചു കളഞ്ഞു. ഇതേ കൊയ്ത്ത്. പണ്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും കൊയ്ത്തിന്. ഒരു ഉത്സവമായിരുന്നു. പാടം നിറച്ച ആൾക്കാരും, വീട്ടിലും പാടത്തും പണി, വീട്ടിലും പണി, അങ്ങനെയായിരുന്നു കൊയ്ത്ത് നടക്കണം കേട്ടാ. പണ്ട് ഈ പാടം നിറച്ച ആൾക്കാരായിരുന്നു കൊയ്യാനായിട്ട്. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ഈ ഒരൊറ്റ മെഷീനാണ് ഈ ഫുള്ള് പാടം കൊയ്യണം. ഇന്നലെയും ഇന്നായിട്ടാണ് കേട്ടാ കൊയ്ത്ത്. പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫ് എഴുതുമ്പോൾ പറയില്ലേ, ആളൊഴിഞ്ഞ ക്ലാസ് മുറികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. സ്നേഹത്തിന്റെ, തല്ലുകൂടിയതിന്റെ, ചിരിച്ചതിന്റെ, കഥ പറഞ്ഞതിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ നെൽവയലിന്റെ അവസ്ഥയും. ആളൊഴിഞ്ഞ നെൽവയലുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഒരുപാട് ഒത്തൊരുമിച്ച് ജോലി ചെയ്തതിന്റെയും കഥകൾ പറഞ്ഞതിന്റെയും തമാശ പറഞ്ഞതിന്റെയും ചിരിച്ചതിന്റെയും വേർപ്പൊഴിക്കിയതിന്റെയും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും കേട്ടോ. പണ്ടൊക്കെ ഈ പാടത്ത് നിറച്ചും ആൾക്കാരായിരിക്കും കൊയ്ത്തിന്റെ സമയത്ത്. നല്ല തിരക്കായിരിക്കും. കൊയ്യാൻ ഒരാൾക്കാര്, അത് ചുമന്നുകൊണ്ട് വരാൻ ആൾക്കാര്, പിന്നെ അങ്ങനെ മെതിക്കാനായിട്ട്, അങ്ങനെ എപ്പോഴും
പാടത്ത് നല്ല തിരക്കായിരിക്കും, എപ്പോഴും ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പാപ്പനൊക്കെ ഭയങ്കര ബിസി മാനായിരുന്നു ആ കാലഘട്ടത്തില്. അപ്പൊ അപ്പാപ്പനെ കണ്ടില്ലേ, അപ്പാപ്പൻ സൈലന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. അതേപോലെ തന്നെ പാടത്തും ആരില്ല. അങ്ങനെ മിഷീനാണ് ഫാസ്റ്റായിട്ട് മിഷീൻ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ളൂട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. എന്റെ തറവാടും അപ്പാപ്പനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.